ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലാണുള്ളത്. ഈ ഭൂട്ടാനിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിമ്പുവിലോട്ട് പോകുന്ന വഴിയിലാണ് ഞാനുള്ളത്. അതിലുപരി ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 2 റിവറുകൾ സംഗമിക്കുന്ന ഒരു ഏരിയയാണ്. ഈ തിമ്പു വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തിമ്പൂച്ചു എന്ന് പറയുന്ന റിവറും ഈ പാരോ വാലിയിൽ നിന്ന് വരുന്ന പാരോച്ചു എന്ന് പറയുന്ന റിവറും സംഗമിക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത് രണ്ടും സംഗമിച്ച് നേരെ വാങ്ചു എന്ന് പറയുന്ന റിവർ ആയിക്കൊണ്ട് ഒഴുകി പോവുകയാണ്. ഈ റിവറുകളെല്ലാം തന്നെ ലാസ്റ്റ് എത്തി വരുന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റിവറിലാണ് എത്തിപ്പെടുന്നത്. ഒരുപാട് റിവറുകൾ, ഈ ഒരു ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് റിവറുകൾ ഈ ഒരു ഭൂട്ടാൻ്റെ പ്രത്യേകതയാണ്. അതിലുപരി ഭൂട്ടാനിൽ മെയിൻ ഇൻകം കൊണ്ടുവരുന്നത് ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകളാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവറുകളിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം തന്നെ ഡാമുകളാക്കി കെട്ടി നിർത്തി അതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഇൻകം. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം അത് ഭൂട്ടാനോട് ചേർന്ന് കൺട്രി ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്ക് അവർ വൈദ്യുതി വിൽക്കുന്നു. ചെറിയൊരു അംശം ഇപ്പോൾ ബംഗ്ലാദേശിന് അവർ വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ്റെ മെയിൻ ഒരു ഇൻകമാണ് ഈ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് വഴി വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. ഏകദേശം 23ഓളം ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ ഭൂട്ടാനിലുണ്ട്. അതിൽ വലിയ പ്രൊജക്റ്റുകൾ 13 അല്ലെങ്കിൽ 12 വലിയ ഹൈഡ്രോ പ്രൊജക്റ്റുകൾ ഇപ്പോൾ റണ്ണിങ് ആണ്. അതുവഴി വൈദ്യുതി ഉൽപ്പാദിച്ച് നമുക്ക് ഇന്ത്യയിലോട്ട് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂട്ടാൻ്റെ മെയിൻ ഒരു ഇൻകമാണ് ഈ ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് വൈദ്യുതി ഉൽപ്പാദിച്ച് വൈദ്യുതി മറ്റുള്ള കൺട്രിയിലോട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ടൂറിസവും അതുപോലെ തന്നെ കൃഷിയൊക്കെ വരുന്നത്.